സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്ഥിഹരേ ദേവി നാരായണീ നമോസ്തുതേ. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശുകളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധീ നിലയാം ശ്രീ മൂകാംബികാം സദാ. ശ്രീ മൂകാംബികാം സദാ. ശ്രീ മൂകാംബികാം സദാ. സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും സർവവിധങ്ങളായിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 5-ാം ദിവസമാണ് ഇന്ന്. ഇനി 4 ദിവസങ്ങൾ കൂടിക്കൊണ്ട് നമ്മുടെ യജ്ഞം പൂർത്തിയാകുകയാണ്. യജ്ഞങ്ങളിൽ ഏറ്റവും സമയദൈർഘ്യം കൂടുതലാണ് എന്ന് തോന്നുന്ന യജ്ഞമാണ് സാധാരണ ദേവി ഭാഗവത നവാഹയജ്ഞം. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ദിവസം ഉള്ളതാണ് ശിവപുരാണം. അത് 11 ദിവസമാണ്. 11 ദിവസം കൊണ്ടാണ് ശിവപുരാണം പൂർത്തിയാകുന്നത്. ഏറ്റവും കൂടുതൽ ദിവസം വായിക്കുവാനുള്ള ഗ്രന്ഥം എന്ന് പറയുന്നത് സ്കന്ദപുരാണം. 41 ദിവസം എടുക്കും അത് വായിച്ച് പൂർണ്ണമായും സ്കന്ദപുരാണം മുഴുവൻ പറയാം. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ലളിതമായ ഭാഗത്തെ 6 ദിവസമായിട്ടും 7 ദിവസമായിട്ടുമൊക്കെ യജ്ഞങ്ങൾ പലയിടത്തും നടത്താറുണ്ട്. കാലം നമ്മൾ ചിന്തിച്ച് തുടങ്ങേണ്ട കാലങ്ങളായിരിക്കുന്നു. എല്ലാ വർഷവും ദേവീ ഭാഗവതം എന്നുള്ളത് ഓരോ വർഷവും ഓരോ പുരാണങ്ങളെ ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കപ്പെടണം. അപ്പം അങ്ങനെ ചിന്തിക്കപ്പെടുന്ന സമയത്ത് ഓരോ പ്രാവശ്യവും ഓരോ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭ്യമാകും. അങ്ങനെ 18 പുരാണങ്ങൾ പൂർത്തിയാക്കിയ ഒരേ ഒരു ക്ഷേത്രമെന്ന് പറയുന്നത് ഏതാണെന്ന് പറയാം? 18 പുരാണങ്ങളും 18 വർഷമായി. ഒരു വർഷം തന്നെ 2 എണ്ണമൊക്കെ നടത്തിയ സമയങ്ങളുണ്ട്. പക്ഷെ എന്നാലും 18 പുരാണങ്ങളും യജ്ഞമായി തന്നെ അവർ പൂർത്തിയാക്കി. ഏത് ക്ഷേത്രമാണെന്നറിയാം? നമ്മൾ പിന്നെ ഇതൊന്നും അന്വേഷിക്കാറാത്തത് കൊണ്ട് കുഴപ്പങ്ങളില്ല. ചിട്ടവിളങ്ങര ക്ഷേത്രത്തിൽ എല്ലാ പുരാണങ്ങളും ആദ്യം 2 ഇതിഹാസങ്ങൾ അവർ ചെയ്തു. ഋഗ്വേദം മുഴുവൻ ജപിച്ചു, യജുർവേദം മുഴുവൻ ജപിച്ചു, സാമവേദം മുഴുവൻ ജപിച്ചു. അതിനെയാണ് മുറജപം എന്ന് പറയും. ഒരാവർത്തി മുഴുവൻ വേദം ജപിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പം അങ്ങനെ വേദജപം ദേവതയുടെ ബലത്തെ വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേദങ്ങൾ മുഴുവൻ ജപിക്കുന്ന ഒരു രീതിയുണ്ട്. നിത്യം വേദം ജപിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. വൈക്കം ക്ഷേത്രത്തിലുമൊക്കെ വടക്കോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രങ്ങളിലൊക്കെ വേദജപങ്ങൾ പ്രത്യേകമായിട്ട് ഉണ്ട്. അങ്ങനെ വേദം ജപിക്കുവാനുള്ള സ്ഥലമാണ് നമസ്കാര മണ്ഡപം എന്ന് പറയും. അപ്പം അതിലെ ചില മന്ത്രങ്ങൾ കൃത്യമായി നിത്യം ജപിക്കുന്ന സമ്പ്രദായമുണ്ട്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഉപനിഷത്തിനെ സംബന്ധിക്കുന്ന 108 ആകെയുള്ളത് 1008 ഉപനിഷത്താണ്. 1033 ഉപനിഷത്തുണ്ടെന്ന് ഒരു പക്ഷം പറയുന്നുണ്ട്.
പക്ഷേ പൊതുവായി 1008 ഉപനിഷത്തായി പറയപ്പെടുന്നു. അതിലെ 108 ഉപനിഷത്താണ് പ്രധാനമെന്ന് പറയുന്നു. അതിൽ അതിപ്രധാനമെന്ന് പറയുന്നത് 10 ഉപനിഷത്താണ്. അതിനെ ദശോപനിഷത്ത് എന്ന് പറയും. ഈ 108 ഉപനിഷത്തായിട്ട് ഒരു ബുക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഏതൊക്കെയാണ് ഉപനിഷത്തുകളെന്നും ആ ഉപനിഷത്തിൽ പറയുന്ന വിഷയങ്ങളിലെ സാമാന്യമായിരിക്കുന്ന വിവരണങ്ങളുമെല്ലാം ഈ 108 ഉപനിഷത്തുകളിൽ നമുക്ക് ലഭ്യമാകും. അപ്പം നമുക്കിതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ നമ്മുടെ ജീവിതം കഴിയും അല്ലേ? ഈ ജീവിതത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ നേടിയിട്ടുള്ളത് എന്താ എന്ന് ചോദിച്ചാൽ അല്പം സമ്പത്തിൻ്റെ കാര്യങ്ങളും ആ സമ്പത്തിനോടൊപ്പം അല്പം ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെയാണ് നമ്മൾ നേടിയത്. ഒരു ആത്മസംതൃപ്തിക്കായി നേടിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നത് നല്ല അറിവുകളാണ്. അറിവുകൾ സ്വീകരിക്കും തോറും നമ്മളിൽ ഉണ്ടാകുന്ന മാനസികമായിരിക്കുന്ന മാറ്റം വലുതാണ്. അപ്പോൾ നമ്മളിൽ മാനസികമായിരിക്കുന്ന ധൈര്യത്തെ ബലപ്പെടുത്താൻ അതിലൂടെ സാധിക്കും. ഒരിക്കലെങ്കിലും ഇതെല്ലാം ഒന്ന് വായിക്കുവാനോ പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കും. നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ എന്തിനാ ഇതൊക്കെയെന്ന്. പക്ഷെ ഇനിയൊക്കെയാണ് നമുക്കിതൊക്കെ വേണ്ടത്. ഓരോ കാര്യങ്ങളുടെയും പ്രാധാന്യത്തെ മനസ്സിലാക്കപ്പെടുവാൻ നമുക്കതുകൊണ്ടിലൂടെ സാധിക്കും. അപ്പം 108 ഉപനിഷത്തുകളെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് 2 ഇതിഹാസങ്ങൾ. ഏതൊക്കെയാണ് 2 ഇതിഹാസങ്ങൾ? രാമായണവും മഹാഭാരതവും. അതിൽ രാമായണം എന്ന് പറയുന്നത് അധ്യാത്മരാമായണമല്ല, മറിച്ച് വാൽമീകി രാമായണം. നമ്മളിവിടെ വായിക്കുന്നതൊക്കെ എന്താണ്? അധ്യാത്മരാമായണം. അതെന്താണ് വാൽമീകി രാമായണം വായിക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും എനിക്ക് സംസ്കൃതം അറിയില്ലല്ലോ. പക്ഷേ വളരെ ലളിതമായ വിധത്തിൽ വാൽമീകി രാമായണം കഥാരൂപത്തിൽ തന്നെയുണ്ട്. അത് ഈ കർക്കിടക മാസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുവാൻ നമ്മളിരുന്ന് വായിക്കുക എന്നുള്ളത് കവിഞ്ഞ് രണ്ടാമതൊരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കാറില്ല. അതിൽ നിന്ന് മാറണം നമ്മൾ. രണ്ടാമത് വാൽമീകി രാമായണത്തിൽ പറയുന്ന വിഷയങ്ങളുടെ വ്യാപ്തിയെപ്പറ്റി നമ്മൾ അറിയണം. അധ്യാത്മരാമായണത്തിൽ പറയുന്ന വ്യാപ്തിയല്ല വാൽമീകി രാമായണത്തിൽ പറയുമ്പോൾ. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇവ ഉപയോഗിച്ച് നോക്കിയെങ്കിലേ സാധിക്കുന്നു. അപ്പോൾ വാൽമീകി രാമായണം നമ്മൾ പഠിക്കണം, അത് നന്നായിട്ടൊന്ന് വായിക്കണം. അതുപോലെ തന്നെയാണ് ഭാഗവതവും. ഭാഗവതവും 2 വിധമാണ്. ഒന്ന് ഭാഗവതം മൂലവും ഭാഗവതം കിളിപ്പാട്ടും. ഭാഗവതം മൂലവും കിളിപ്പാട്ടും ഇതുപോലെ തന്നെയാണ്. ഭാഗവതം മൂലം എന്ന് പറയുമ്പോൾ ആധികാരികമായിരിക്കുന്ന മന്ത്രങ്ങളാണ് ഭാഗവതം മൂലത്തിലെ ഓരോ വരികളും. അത്രമാത്രം അതിന് ബലവും കാഠിന്യവും ഉള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം കാഠിന്യവും ബലവുമുള്ള ഭാഗവതം മൂലത്തിൽ നിന്നും തനിക്കത് വായിച്ചു മനസ്സിലാക്കിയതിനോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ അതിന് അല്പം കൂടി മാധുര്യമുണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അല്പം ഭക്തി കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെ നമുക്ക് നൽകിയത്. അതുകൊണ്ടപ്പോൾ അതിന് കുറച്ചുകൂടി സ്വാദ് കൂടി. അപ്പോൾ സ്വാദ് കൂടുമ്പോൾ അതിൻ്റെ പോഷകാംശങ്ങളുടെ അവസ്ഥകളെയും പറ്റി നമ്മൾ ചിന്തിക്കണം. നമുക്ക് ദേഹത്ത് വേദനയ്ക്കൊക്കെ നല്ലതാണ് ഉലുവാക്കഞ്ഞി. പക്ഷെ എല്ലാവരും ഉലുവാക്കഞ്ഞി എപ്പോഴും കുടിക്കുമോ? ഇല്ല. ഔഷധങ്ങൾ വരുമ്പോൾ അതിൻ്റേതായിരിക്കുന്ന ബലം കുറയും. അപ്പോൾ ഈ ഭാഗവത മൂലത്തെ കുറച്ചുകൂടി ആധികാരികമായി നമ്മൾ മനസ്സിലാക്കപ്പെടും. അതിന് ഈ സാധാരണ സപ്താഹവേദികൾ പോലെയല്ല ഭാഗവത മൂലത്തിൻ്റെ സപ്താഹവേദികൾ. അതിൽ ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോൾ ആ ഒരു അധ്യായങ്ങൾ പറഞ്ഞാണ് പോകുന്നത്. ഒരു ഭാഗം പോലും നമ്മൾ അതിൽ നിന്ന് മാറാൻ പറ്റുകയില്ല. പക്ഷെ കിളിപ്പാട്ടിലാവുമ്പോൾ അതല്ല. രാവിലെ ഉച്ചവരെ വായിക്കുന്നു, വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗം അല്പകാലം പറയുന്നു. അതിനുശേഷം വൈകിട്ട് ഉച്ച കഴിഞ്ഞ് വായിക്കുന്നു, വൈകിട്ടൊരു അല്പകാര്യം പറയുന്നു. ഇത് ഓരോ അധ്യായങ്ങൾ വായിച്ച് അതാത് കാര്യങ്ങളെ പറഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ പവിത്രതയും പരിഭാവനതയും മഹത്വവും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഭാഗവതം കഴിഞ്ഞ് മഹാഭാരതവും അധ്യാത്മരാമായണവും മഹാഭാരതവും കഴിയുമ്പോൾ
പിന്നീടാണ് പുരാണങ്ങളെ നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നത്. 18 പുരാണങ്ങളിൽ 3 വിധത്തിലാണ് ശൈവ വൈഷ്ണവ ശാക്തേയങ്ങളായിട്ടുള്ള പുരാണങ്ങളുണ്ട്. അപ്പം അതിലെ ആ പുരാണങ്ങളെ എല്ലാം നമുക്ക് മനസ്സിലാക്കപ്പെടുവാൻ കഥകളെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ കഥകളെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലായിടവും കൃഷ്ണാവതാരവും പാർവതീ പരിണയവും ഒക്കെ എല്ലായിടവും വരും. പക്ഷെ ഇതെല്ലാം വീക്ഷിക്കപ്പെടുന്നത് വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഭാവങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് വീക്ഷിക്കപ്പെടുമ്പോൾ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടി മനസ്സിലാകുന്നത്. മഹാദേവന്റെ ഭാഗത്ത് നിന്നും കൃഷ്ണാവതാരത്തെ കാണുന്നത് പോലെയല്ല ദേവിയുടെ ഭാവത്തിൽ നിന്നും ദേവീ ഭാഗവത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണാവതാരത്തെ കാണും. പക്ഷേ കൃഷ്ണാവതാരം ഒന്നേയുള്ളൂ. വസുദേവരുടെയും ദേവകീ ദേവിയുടെയും മകനായി ഭഗവാൻ പിറന്നു എന്ന് കൃഷ്ണാവതാരം. നന്ദഗോപരും യശോദാദേവിയും ഭഗവാനെ വളർത്തി എന്നതും നമുക്കറിയാം. പക്ഷെ ഇവയെല്ലാം കാണുന്നതും ദർശിക്കുന്നതും മനസ്സിലാക്കുന്നതും അറിയുന്നതുമെല്ലാം പല വിധത്തിലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ അവൻ പല തലത്തിലൂടെ കാണണമെന്നും അറിയണമെന്നും മനസ്സിലാക്കണമെന്നും ഉൾക്കൊള്ളണമെന്നും അതിനെങ്ങനെയൊക്കെയാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും ഒക്കെയുള്ള പല വിധത്തിലുള്ള ഉദാഹരണ സഹിതം നമുക്ക് പറഞ്ഞു തരികയാണ് ഈ പുരാണങ്ങൾ. ഇതിൽ കഥകളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ഇതിലെ കഥകൾ കേട്ടിരുന്ന് നമ്മളിരുന്ന് ആനന്ദിക്കാനോ സന്തോഷിക്കാനോ ഒന്നുമല്ല. കഥകൾ കേട്ട് കഥകളിലിരിക്കുന്ന തത്വങ്ങളിൽ നിന്നും നാം എന്താണോ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമ്മളുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അതെപ്രകാരമാണ് ഞാൻ അതിനകത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും അതല്ലെങ്കിൽ അവ ഉപയോഗിക്കേണ്ടതെന്നും നമുക്ക് മനസ്സിലാകും. അതെത്ര തണ്ടുണ്ട് എന്നുള്ളതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അതിന് ഒരുപാട് വ്യവസ്ഥകൾ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നമുക്കത് ഇവയെല്ലാം ചെയ്യാം. ഒരു ഉത്തമമായിരിക്കുന്ന ഒരു ഗ്രന്ഥം നമുക്ക് മേടിക്കാം. ഉത്തമനായിരിക്കുന്ന ഒരു ഗുരുനാഥൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹത്തോടു കൂടി അത് സ്വീകരിക്കാം. അതിൽ പദ്യമായിട്ടുള്ളതുണ്ട്, ഗദ്യമായിട്ടുള്ളതുണ്ട്. ഗദ്യമായിട്ടുള്ളതാവുമ്പോൾ നമുക്കത് നന്നായി വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിവസം 1 മണിക്കൂർ നേരമെങ്കിലും അരമണിക്കൂർ നേരമെങ്കിലും ഒരു കഥാഭാഗത്തെ നന്നായി വായിച്ച് ഒരു കഥാഭാഗം പൂർണ്ണമായി വായിച്ച് അതെന്താണ് എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളതെന്നുള്ള ആത്മപരിശോധന നടത്തിയാൽ നമുക്കുണ്ടാക്കിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സംശയങ്ങൾ വരുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വയം നമുക്കൊരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കുവാൻ ഇതുപോലെയുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് സ്വയം സാധ്യമാകും. അപ്പോഴാണ് നമുക്കൊരു കുറെ കൂടി നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളുടെ ജീവിതത്തിൽ കുറച്ചുകൂടി അർത്ഥപൂർണമാകുന്നതൊക്കെ അപ്പോഴാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന ജീവിക്കുന്നവരായി നമ്മൾ മാറപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകണം. അറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പത്ത്. അതിനപ്പുറത്തൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ബോധ്യമാണ്. ഉണ്ടാക്കുന്ന സമ്പത്തൊക്കെ നമുക്ക് ഉള്ളവർ നമുക്കതുകൊണ്ട് കളയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ താനെ കൊണ്ട് കളയാം. ഒരു നല്ല വയറ്റുവേദന വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ സമ്പത്തല്ല. അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ എല്ലാം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി സ്വീകരിച്ചെടുക്കുന്ന അറിവുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ അത് വളരെ വലുതാണ്. ആ സമർപ്പിക്കപ്പെടുമ്പോൾ കിട്ടുന്ന സംതൃപ്തി മറ്റേതെല്ലാം നമുക്ക് സന്തോഷത്തെ നൽകും എന്നുള്ളതേ ഉള്ളൂ. ഒരു നല്ല വീട് വെക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. നമ്മുടെ എല്ലാവരുടെ ആഗ്രഹമാണ് നല്ലൊരു വീട് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു വലിയ വീട് വെച്ചു. എല്ലാവർക്കും സന്തോഷമായത് ഗംഭീരമായി പാലുകാച്ചൊക്കെ നടത്തി. ആ പാലുകാച്ചൊക്കെ നടത്തി നമ്മൾ ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോൾ മുതൽ ഈ വീടിൻ്റെ പേരിലുള്ള ഹൗസിംഗ് ലോൺ എങ്ങനെ അടച്ചു തീർക്കാമെന്നുള്ള തത്രപ്പാടിലാണ് ഇല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം അന്ന് മുതൽ വീണ്ടും പോവുകയാണ്. ഒരു 20 വർഷത്തേക്ക് അല്ലെങ്കിൽ 25 വർഷത്തേക്ക് നമ്മൾ ചെന്ന് പെട്ടു. അതിലൊരു മാസമെങ്ങാനും നമുക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അസൗകര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ, സാമ്പത്തികമായ നല്ല വരുമാനങ്ങൾ ഉണ്ടെങ്കിൽ പോകട്ടെ,
പക്ഷേ അല്ലാതെ എങ്ങാനും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മളവിടെ വന്ന് പെട്ടു. ഇത് കളയാൻ പറ്റുമോ അതുമില്ല, ഇത് വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ അതുമില്ല. ഈ വീടൊരു ദുരിതമായി എന്ന് വിചാരിക്കും. അകത്ത് ചെന്ന് കിടന്നുറങ്ങിയാൽ ഉറങ്ങാനായി ചെന്ന് കിടന്നാൽ ഉറക്കം വരാത്ത സമയങ്ങളുണ്ട്. ഇതൊന്നും ആവശ്യമില്ല എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും. നമ്മളെ ഉള്ളൂ ഇവിടെയൊക്കെ ഇത്രയും വലിയ വീടൊക്കെ വെക്കുന്നേ. നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകാമെങ്കിലൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അവിടെ താമസിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുക്കളയുടെ 4/1 പോലും ഇല്ല അവിടുത്തെ അടുക്കള. അവർക്ക് എന്ത് സമാധാനവും സ്വസ്ഥവും ഒക്കെ ആയിട്ടാണ്. അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് പോരേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഉള്ളത് കൊണ്ട് സമാധാനവും സ്വസ്ഥവുമായി ജീവിക്കണം. ഇല്ലായ്മയിൽ നിന്നും അവർ കഷ്ടപ്പെട്ട് ഒന്നേ എന്ന് തുടങ്ങിയവയിൽ നിന്നും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നവർക്കറിയാവുന്നവരാണ്. ഇല്ലാത്ത സ്ഥലത്താണേലും 2 പയറും 2 പാവലും പടവലും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാണേലും അവർ ജീവിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അറിവ് സമ്പാദിക്കപ്പെടുക, ഉത്തമമായിരിക്കുന്ന അറിവിനെ സ്വീകരിക്കപ്പെടുവാൻ സാധ്യമാകുന്നതാകണം നമ്മളുടെ ജീവിതത്തിൽ. ഇന്ന് നമ്മളിവിടെ ഈ പാത്രമൊക്കെ നിരത്തി വെച്ചിരിക്കും. നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ച് നിരത്തി വെച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ ഇതെന്താണ്? അപ്പോൾ നമ്മൾ പറയും ഇതാണ് നവധാന്യപ്പറ എന്ന്. എന്താണ് നവധാന്യപ്പറ? അപ്പോൾ നവധാന്യപ്പറയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും 27 നക്ഷത്രങ്ങളാണുള്ളത്. ഈ നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 108 നക്ഷത്രങ്ങളാണുള്ളത്. ഈ 108 നക്ഷത്രങ്ങൾക്കും പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് 4 വീതം ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് അവയെല്ലാം 4 പാദങ്ങളെ ചേർത്ത് ഒരു നക്ഷത്രമായി കാണും. അപ്പം അങ്ങനെ 4 പാദങ്ങൾ ചേർന്ന ഒരു നക്ഷത്രം വീതം 27 നക്ഷത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള 27 നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽപ്പെട്ടവരായിരിക്കും നമ്മൾ ഓരോരുത്തരും. അപ്പം അങ്ങനെയുള്ള നമ്മളെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്രഹമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം, അതായത് നമ്മൾ ജനിക്കുമ്പോൾ ഏതൊരു നക്ഷത്രമാണോ ആ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ആ നക്ഷത്രത്തിന് ആധിപത്യമുള്ള ഒരു ഗ്രഹമുണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് നമ്മൾ ജനിക്കുന്നത് ആ ദശയിലാണ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ സ്വാധീന കാലത്തെയാണ് ദശകൾ. ഓരോ ഗ്രഹത്തിൻ്റെയും സ്വാധീന കാലത്തെയാണ് ദശകൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നു. അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അവർ കേതുർദശയിലാണ് അവർ ജനിക്കുന്നത്. അവർ കേതുർദശയിലേ അവർക്ക് ജനിക്കും. അപ്പോൾ ആ കേതുർദശയിൽ ജനിക്കുമ്പോൾ ആ കേതുർദശയിൽ അവർ ജനിക്കുന്നത് അശ്വതിയുടെ 1-ാം പാദത്തിലാണോ 2-ാം പാദത്തിലാണോ 3-ാം പാദത്തിലാണോ 4-ാം പാദത്തിലാണോ എന്നുള്ളതനുസരിച്ച് ആ കേതുർദശയിലെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. അശ്വതിയുടെയൊക്കെ അവസാനമാകുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു ദിവസം കേതുവിന് ഒരു 7 എന്നാണ് പറയുന്നത്. 7 വർഷമുള്ളതിൽ ചിലപ്പോൾ ഒരു ദിവസം മാത്രം കേതു ഒന്ന് അനുഭവിച്ചാൽ മതി. അതായത് അശ്വതി നക്ഷത്രത്തിൻ്റെ അവസാനത്തിലേക്ക് ചെല്ലും. അപ്പോൾ അങ്ങനെ നമുക്ക് സ്വാധീനമുള്ള ഈ ഗ്രഹത്തെ, അത് നമ്മളുടെ ജീവിതകാലം അത്രയും ഈ ഗ്രഹം നമുക്ക് സ്വാധീനതയിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗ്രഹത്തിൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. നമ്മളെവിടെ പോയാലും നമ്മൾ ജനിച്ച കുടുംബമാണ് നമുക്ക് പ്രധാനം. എവിടുത്തെയാണെന്ന് ചോദിച്ചാൽ നമ്മളിനിപ്പോൾ പറയുമോ ഞങ്ങൾ അതൊക്കെ അങ്ങ് വിറ്റു, എന്നാലും നമ്മൾ ആ കുടുംബത്തിലെ അല്ലേ വസ്തുവല്ല വിറ്റുള്ള കുടുംബ പാരമ്പര്യമോ കുടുംബമോ നമ്മൾ വിറ്റിട്ടില്ല കേട്ടോ, ഇല്ല. അപ്പോൾ ഏത് കുടുംബത്തിലെ കുടുംബം ഇന്നതൊക്കെയാണ്, ഇന്നടത്താണ് തേവലശ്ശേരി ഇന്ന കുടുംബത്തിലെ ആളാണെന്നൊക്കെ നമ്മൾ പറയത്തുള്ളൂ അല്ലേ ഉള്ളൂ. അതിനിപ്പോൾ എത്ര ദൂരെയാണെന്ന് പറയും. ഇത് പറഞ്ഞതുപോലെ നമ്മൾ ജനിക്കുന്നതെല്ലാം കേതുർദശയിലാണെങ്കിൽ അശ്വതി നാളുകാർ ജനിക്കുന്നതെങ്കിൽ ആ അശ്വതി നാള് എപ്പോഴാണെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിലെല്ലാം കേതു എന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം വളരെ ബലമായിരിക്കും. അപ്പം അതുപോലെയാണ് ഈ 27 നക്ഷത്രങ്ങൾക്കുമുണ്ട് അങ്ങനെ സ്വാധീനങ്ങൾ. അപ്പോൾ അതാത് ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതിനും വളരെ ബലമാണ്. അപ്പോൾ ഓരോ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ദശാനാഥന്മാരായിരിക്കുന്ന ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ്. അപ്പം ഇതെല്ലാം ഈ ഗ്രഹങ്ങളെല്ലാം നമ്മളുടെ ജാതക സംബന്ധമായിട്ടുള്ളത് നമ്മളെ പല വിധത്തിലാണ് സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നോട്ട് പോകുന്നതിൽ പല ഗ്രഹങ്ങളും നമ്മളെ സ്വാധീനിക്കും.
അപ്പോൾ അങ്ങനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ നവധാന്യപ്പറ ഇടുന്നത്. ഈ നവധാന്യപ്പറ അതാത് ധാന്യഗ്രഹങ്ങൾക്ക് ഓരോ ധാന്യങ്ങളുണ്ട്, അതാത് ഗ്രഹങ്ങൾക്ക് ഓരോ നിറങ്ങളുണ്ട്. അങ്ങനെ ഈ 9 ഗ്രഹങ്ങളുടെയും സ്വാധീനത്തെ ബലപ്പെടുത്തി ചെയ്യുന്ന ഒരു യജ്ഞം തന്നെയുണ്ട്. അതാണ് നവഗ്രഹയാഗം എന്ന് പറയും. ഒക്ടോബർ 22-ാം തീയതി മുതൽ 24-ാം തീയതി മുതൽ നവംബർ 2 വരെ നടക്കുന്നുണ്ട് ഈ നവഗ്രഹയാഗം. ഇവിടെ അല്ല എന്നുള്ളതേ. അപ്പം അങ്ങനെ നവഗ്രഹയാഗം തന്നെ ഉണ്ട്. ഓരോ ദിവസവും അതാത് ഗ്രഹങ്ങളുടെ പ്രാധാന്യത്തെ മാത്രം അതാത് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അതാത് ധാന്യങ്ങൾ കൊണ്ടുള്ള നിവേദ്യത്തെ രാവിലെ പൂജിക്കുകയും വൈകിട്ട് ഹോമവും ഒക്കെ നടക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഇനിയും നടക്കുന്നത് 2ാമത്തേതാണ്. ആദ്യത്തേത് നേരത്തെ ഒന്ന് നടന്നു, ഇനിയും 2ാമത്തേതാണ് നടക്കാൻ പോകുന്നത്. അപ്പം അങ്ങനെ അത് ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഭോപ്പാൽ ബർഖേഡ അയ്യപ്പ ക്ഷേത്രത്തിലാണ്. ഒരു 4 കൊല്ലം മുമ്പ് അവിടെ ഒന്ന് നടന്നിരുന്നു. ബിലായി അയ്യപ്പ ക്ഷേത്രത്തിലും നടന്നിരുന്നു. ഇനിയിപ്പോൾ ഒന്നുകൂടി ഭോപ്പാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്നു. അത് കുടുംബസമേതമാണ് അവർ വരുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് അതിൻ്റെ ഹോമം നടക്കുമ്പോൾ ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരുന്ന് അവരവരാണ് ഈ കർമ്മം ചെയ്യുന്നത്. ഹോമമൊക്കെ നടത്തുന്ന അവരവർ തന്നെയാണ്. അതാണ് പ്രത്യേകത. നമ്മുടെ ഇവിടെ വിളിക്കാമെങ്കിൽ ആണുങ്ങളെല്ലാം എന്ത് ചെയ്യും? ആ മതിലേ പോയിരിക്കും, പിള്ളേരിവിടെ പോയിരിക്കും, മൊബൈലും കൊണ്ട് എപ്പുറത്ത് ഏതെങ്കിലും സൈഡിൽ പോയിരിക്കും, അമ്മമാർ കുറച്ച് പേരൊക്കെ ഇവിടെ വന്നിരിക്കും, ബാക്കിയുള്ളവർ എവിടെയെങ്കിലൊക്കെ. നമ്മളതാണ് നമ്മുടെ. എന്നാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് എല്ലാവരും ഉണ്ടല്ലോ, കൃത്യമായിരിക്കും. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവർ ഈ ഒരു സംഭവം ഒന്നും നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ സഹകരിക്കാൻ അവർ തയ്യാറാവത്തില്ല. അപ്പോൾ പിന്നെ ഒരു പരിധിക്കപ്പുറത്തായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പിടിവിടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ അശ്വതി നക്ഷത്രം മുതലുള്ള 27 നക്ഷത്രങ്ങൾക്കുള്ള ആ ധാന്യങ്ങൾ, അതാത് ധാന്യങ്ങളാണ് ഇന്നിവിടെ പറയിടുന്നത്. ആ പറയിട്ടിട്ട് ആ ധാന്യത്തിൽ നിന്ന് നമ്മൾ എന്ത് പറയാണോ ഇടുന്നത്. ഇപ്പം അശ്വതി നക്ഷത്രക്കാർ മുതിരയാണ് സമർപ്പിക്കുന്നത്. ഇപ്പം മുതിര ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്നൊരല്പം മുതിര എടുത്ത് നമ്മുടെ കയ്യിൽ തരും. ആരാണോ വഴിപാട്ടുകാർ ആ വഴിപാട്ടുകാർക്ക് തരും. അപ്പോൾ ആ വഴിപാട്ടുകാർ അതെന്ത് ചെയ്യും? അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പോയിട്ട് നമ്മളുടെ യജ്ഞത്തിൻ്റെ തലേ ദിവസം 8ാം ദിവസമാണ് ഇവിടെ നവഗ്രഹ പൂജ നടക്കുന്നത്. അപ്പോൾ ആ നവഗ്രഹ പൂജ നടക്കുന്ന സമയത്ത് ആ നവഗ്രഹ പൂജയിൽ അതാത് ധാന്യങ്ങൾ 9 കലങ്ങളിലായി അത് പൊങ്കാലയായിട്ട് തയ്യാറാക്കും. പൊങ്കാല എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 9 കലങ്ങളിലായി നിവേദ്യമായി തയ്യാർ ചെയ്യും. ഇതെല്ലാം ഭക്തജനങ്ങളാണ് ചെയ്യുന്നത്. 9 പേര് അതിന് വേണ്ടിയിട്ട് തയ്യാറായി അവരത് തയ്യാറാക്കി. ഇവിടെ നവഗ്രഹ പൂജ നടക്കുമ്പോൾ ആ നവഗ്രഹ പൂജയിൽ അതാത് ഗ്രഹങ്ങൾക്കുള്ള ധാന്യങ്ങൾ വേവിച്ചത് നിവേദിക്കും. അപ്പം അങ്ങനെ നിവേദിച്ച് അത് പൂർണ്ണമായി അത് ഒരുമിച്ചാക്കി പ്രസാദമാക്കിയാണ് ആ നവഗ്രഹ പൂജ പൂർത്തിയാകുന്നത്. അതിനെ ഗ്രഹശാന്തി എന്നൊക്കെ മറ്റൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ ഗ്രഹശാന്തിയിൽ ഈ ധാന്യങ്ങൾ കൂടി ഇവിടെ പൂജ സ്ഥലത്ത് വെക്കും. നമുക്ക് നവധാന്യങ്ങളെല്ലാം തരും. എല്ലാം കൂടെ ചേർത്ത് തന്നിട്ട് നവഗ്രഹ മന്ത്രം നമ്മൾ ഓരോന്നും ജപിക്കണം. എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും വേണം. ഒരു നമ്മുടെ നാളിൻ്റെ ഗ്രഹം മാത്രം പോരാ. നമ്മളുടെ ജാതകത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടെന്നറിയാമോ? നമ്മുടെ ഗ്രഹനില എടുത്ത് നോക്കിയാൽ ആ ഗ്രഹനിലയ്ക്കകത്ത് എത്ര അക്ഷരങ്ങളുണ്ടെന്നറിയാം? ശാശൂഷു എന്നൊക്കെയാണ്. അത് എത്ര എണ്ണം ഉണ്ടെന്നറിയാം? പതിനൊന്ന് അക്ഷരങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ 11 അക്ഷരങ്ങൾ? ഒന്നില്ല എന്നെഴുതും. അതായത് നമ്മൾ ജനിക്കുന്ന സമയം ലഗ്നം എന്ന് പറയും. അത് ഏത് സമയത്താണ് നമ്മൾ ജനിച്ചതെന്ന് അറിയുന്നതിനാണ് ലഗ്നം എന്ന് പറയും. 12 രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയിലാണ് നമ്മൾ ജനിച്ച സമയം ഏതാണോ അതെഴുതും. അതാണ് ലഗ്നം. അതൊരക്ഷരം. പിന്നെ ഏത് മാസമാണ് നമ്മൾ ജനിച്ചത്, മലയാള മാസത്തിൽ ഏത് മാസമാണ് ജനിച്ചത് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ അതായത് ര എന്നെഴുതും, രവി എന്നെഴുതും.
നമ്മൾ ജനിച്ച മലയാള മാസം ഏതാണോ ആ മാസത്തിലുള്ള ആ പേരിലുള്ള രാശിയിലായിരിക്കും രാ എന്ന അക്ഷരം എഴുതുന്നത്. അടുത്തത് ചന്ദ്രനാണ്. സൂര്യൻ കഴിഞ്ഞാൽ അടുത്തത് ചന്ദ്രനാണ്. നമ്മൾ ഏത് നക്ഷത്രം, ഈ 108 നക്ഷത്രങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഈ 108 ഭാഗം 12 എത്ര വരും? 9. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം മൊബൈൽ എടുത്ത് തരാം, കാൽക്കുലേറ്ററൊക്കെ എടുത്ത് ഇല്ലേ. അപ്പം 9 പാദങ്ങൾ വീതം ഈ 12 രാശികളിൽ. അപ്പം ആദ്യത്തെ മേടൻ രാശിയാണ് തുടങ്ങുന്നത്. മേടൻ രാശിയിൽ അശ്വതിയുടെ 4, ഭരണിയുടെ 4, അപ്പം എത്രയായി? 4 4 8ആയി. പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ 1 പാദം. അങ്ങനെ 9 പാദങ്ങൾ ചേരുമ്പോഴാണ്, അങ്ങനെ അശ്വതി ഭരണി കാർത്തികയുടെ കാല് ചേരുന്നതാണ് മേടക്കൂറ് എന്ന് പറയും. ഇടവക്കൂറിലേക്ക് വരുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ 3 പാദങ്ങൾ. അപ്പം അങ്ങനെ 9 എണ്ണം വീതമായിട്ട് 12 രാശികളിൽ വരും. അപ്പം അങ്ങനെ ഈ 12 രാശികളിൽ വീതം അവർ ഓരോരുത്തർ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം കാർത്തിക നക്ഷത്രമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, മേടക്കൂറാണോ ഇടവക്കൂറാണോ. അപ്പം അത് നമ്മൾ ആ ഗ്രഹസ്ഥിതിയിൽ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പം മേടക്കൂറാണെങ്കിൽ സ്വാധീനമുള്ള ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. മേടൻ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. എന്നാൽ ഇടവക്കൂറാണെങ്കിൽ ചൊവ്വയല്ല, ശുക്രനാണ് ഇടവൻ രാശി. അപ്പം ഇവ രണ്ടും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും കാര്യങ്ങളുമാണ്. കാർത്തികയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാർത്തികയിൽ കീർത്തി കേൾക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ വേണേലും കീർത്തി കേൾക്കാം, കേൾപ്പിക്കാം. അപ്പം അങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹങ്ങൾ നമുക്ക് വേണം. അപ്പം അങ്ങനെ ചന്ദ്രനാണ്, ചായ എന്നെഴുതുന്നതാണ് ചന്ദ്രൻ. അതിൻ്റെ നാളെന്താണ്? പിന്നെ ചൊവ്വയുണ്ട്, ബുധൻ എന്ന ഗ്രഹമുണ്ട്, വ്യാഴം അല്ലെങ്കിൽ ഗുരു എന്നെഴുതും, പിന്നെ ശുക്രനുണ്ട്, രാഹു ഉണ്ട്. രാഹുവിനെ സർപ്പി എന്നെഴുതും, കേതുവിന് ശിഖി എന്നെഴുതും, ശ്രീ എന്നെഴുതും. രാഹു കേതുക്കളൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് 10 എണ്ണമായി. പിന്നെ ഒരു ഗ്രഹവും കൂടെ ഉണ്ട്, അതാണ് ഗുളികൻ. ഗുളികന് രാവും പകലും ഓരോ രാശികളിൽ ഓരോരുത്തടത്ത് നിൽക്കുന്നത് കൊണ്ട് സ്ഥിരമായിട്ടൊരു സ്ഥലം അവർക്ക് അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് രാവും പകലും പ്രത്യേകമായതുകൊണ്ട് പല സമയത്തായിരിക്കും അതിപ്പോൾ അദ്ദേഹം പലയിടത്തിരിക്കുന്നത്. അദ്ദേഹത്തെ മാന്തി എന്നാണ് പറയുന്നത്. ശനിയുടെ മകനായിരിക്കുന്ന ആളാണ് ഗുളികൻ. മാന്തി എന്ന് എഴുതും. അത് ജാതകത്തിൽ മാ എന്നെഴുതും, മാ എഴുതി ദീർഘം കൊടുക്കും. അപ്പം അങ്ങനെ 11 അക്ഷരങ്ങളുണ്ട് ഒരു രാശി. അപ്പോൾ ആ ഒരു ഗ്രഹസ്ഥിതിയിൽ അത്രയും പേരുണ്ട്. അപ്പോൾ ഇതിനകത്തിലെ 9 ഗ്രഹങ്ങളെയും നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം. 9 ഗ്രഹങ്ങൾക്കും 9 ഫലങ്ങളാണ്. അപ്പോൾ അതിൽ ആദ്യത്തിനെ കൊണ്ട് നമ്മൾ നമ്മുടെ പൂർവികമായിരിക്കുന്ന, നമ്മുടെ കുടുംബപരമായിരിക്കുന്ന അനുഗ്രഹങ്ങളും സാന്നിധ്യത്തെയും ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആദിത്യൻ്റെ അനുഗ്രഹം വേണം. കർമാധിപനാണ് ആദിത്യൻ. അതുകൊണ്ട് ആദിത്യൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് സൂര്യനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കും. സൂര്യൻ്റെ നവഗ്രഹ മന്ത്രം ഏതാണ്? അത് ദിവസം ജപിക്കേണ്ട ഒരു മന്ത്രമാണ് കേട്ടോ. ജപാ കുസുമ സങ്കാശം കാശ്യപേയം മഹാദിതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം എന്ന് സൂര്യൻ്റെ നാമം ജപിക്കും. ഇതുപോലെ തന്നെയാണ് സൂര്യൻ എന്ന ഗ്രഹത്തിന് എല്ലാ ഗ്രഹങ്ങൾക്കും പീഡാപഹ സ്തോത്രം എന്നൊരു മന്ത്രവും കൂടിയുണ്ട്. പീഡാപഹ സ്തോത്രം എന്ന് പറയുമ്പോൾ ഭഗവാനോട് പറയുകയാണ്, ഈ ഭഗവാനിൽ നിന്നുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. എല്ലാ ഗ്രഹങ്ങളും നമുക്ക് നല്ലതും തരും, ബുദ്ധിമുട്ടും തരും. അപ്പോൾ ഭഗവാന്റെ ദോഷങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണം. അതിന് പീഡാപഹ സ്തോത്രം എന്നാണ് പറയുക. അതിന് സൂര്യൻ്റെ പീഡാപഹ സ്തോത്രം പറയും. ഗ്രഹാണാം ആദിരാദിത്യവും ലോകരക്ഷണകാരക വിഷമസ്ഥാന സംഭൂതാം പീഠാ ഭരതുമേ രവി. അങ്ങയുടെ പീഠകളിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിക്കണം എന്ന് പറയുക. അപ്പം അങ്ങനെ ആ ഓരോ ഗ്രഹങ്ങളുടെയും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ജപിച്ച്, നവഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിൽ നിത്യവും ജപിക്കേണ്ടതാണ് നവഗ്രഹ സ്തോത്രം. ഈ 2 മന്ത്രം, നവഗ്രഹ സ്തോത്രവും നവഗ്രഹ പീഡാപഹ സ്തോത്രവും നിത്യവും ജപിക്കേണ്ട മന്ത്രങ്ങളാണ്. അപ്പോൾ ഇവ രണ്ടും ജപിക്കേണ്ടത് നിർബന്ധമായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടി ഇത് പഠിപ്പിക്കണം.
കുട്ടികളെയും കൂടി പഠിപ്പിച്ചാൽ അവർക്ക് വലിയ ഗുണമാണ് ഈ നവഗ്രഹ സ്തോത്രം, നവഗ്രഹ പീഡാപഹ സ്തോത്രം കൊണ്ട് ഉണ്ടാകുന്നത്. പല വിധത്തിലുള്ള ദോഷങ്ങളുണ്ട്. ആ ദോഷങ്ങൾ നമുക്ക് പല വിധത്തിലാണ് നമുക്കുണ്ടാകുന്നത്. നമ്മുടെ പൂർവജന്മാർജിതമായിരിക്കുന്ന ദുരിതങ്ങളുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നവയുണ്ട്. അവിചാരിതമായി വന്ന് ഭവിക്കുന്ന ചില ദുരിതങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ ഏത് വിധത്തിലുള്ള ദുരിതങ്ങളാണെങ്കിലും ഈശ്വരാനുഗ്രഹങ്ങൾ കൊണ്ടേ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഫലത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. അത് പൂർണ്ണമായിട്ട് നമ്മളെ പിടിവിടത്തില്ല. പക്ഷേ ഇതിൻ്റെ തോത് ഒന്ന് കുറയ്ക്കും. ഇതിൻ്റെ ആ വലിയ തോതൊന്ന് കുറച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. അത് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കതിന് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ നമ്മുടെ ഇന്ന സമയങ്ങൾ നമുക്ക് ദോഷമാണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ അതാത് ഗ്രഹങ്ങൾക്ക് സ്വാധീനമുള്ള ദേവതകളെ നമ്മൾ ഭജിക്കുന്നത്. ശനിയുടെ ദോഷമുണ്ട് എന്നറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശാസ്താവിൻ്റെ അടുക്കലോ ശിവന്റെ അടുക്കലോ ഹനുമാന്റെ അടുക്കലോ ഒക്കെ നമ്മൾ പോയി അതാത് ദേവതകൾക്കുള്ള വഴിപാടുകൾ ചെയ്യും. വഴിക്കുള്ള പാടുകളായ വഴിപാടുകൾ ചെയ്ത് അതാത് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാണ്. അതിൽ നിന്നും നമുക്ക് ഒരുപാട് കുറവുകൾ നമുക്ക് സംഭവിക്കും. പക്ഷെ അത് പൂർണ്ണമായും നമുക്ക് ഇല്ലാതാക്കാൻ, ഒരു ഗ്രഹങ്ങളുടെയും ദോഷങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷേ അതിൻ്റെ തോത് നമുക്ക് വളരെയധികം, ഒരു 75% നമുക്കത് ഇല്ലാതാക്കാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് സ്വാധീനം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി അതാത് ദേവതകളെ, നമ്മുടെ ഗ്രഹസ്ഥിതികളൊക്കെ പരിശോധിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ സമയമൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കി അതനുസരിച്ച് അതാത് ദേവതകളെ കൂടുതൽ ഭജിക്കുകയും ചെയ്യണമെന്നൊക്കെ പറയുന്നതുമൊക്കെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസ കാലമാണ് അവർക്ക് പ്രധാനം. ആ വിദ്യാഭ്യാസ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഗ്രഹം എന്ന് പറയുന്ന ഒന്ന് ചന്ദ്രനും, ഒന്ന് ബുധനും, ഒന്ന് വ്യാഴവും. ചന്ദ്രനും ബുധനും വ്യാഴം. ചന്ദ്രന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിന് കാരകത്വം വഹിക്കുന്ന ആളാണ്. മാനസികമായിട്ട് പഠിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പഠിക്കത്തില്ല. എന്താ? അവനതിനൊരു താല്പര്യമില്ല. അങ്ങനല്ലേ നമ്മളല്ലേ പറയുന്നത്? അവനാണെങ്കിൽ പഠിക്കണമെന്ന് ഭയങ്കര കഴിവുള്ളവനാണ്. നമ്മൾ പറയും നമ്മുടെ കുഞ്ഞിൻ്റെ അത്രയും കഴിവ് ലോകത്താർക്കും ഇല്ലെന്ന് നമ്മൾ പറയും. പക്ഷെ ഒന്നിനും ജയിക്കത്തില്ല. അത് ആ സമയമാകുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവന് ജയിക്കത്തില്ല. അവനൊരു പനി വന്നു, പിന്നെ അവരുടെ സാറൊന്ന് മാറി, പിന്നെ ഈയിടെയായിട്ട് ഇച്ചിരി കൂട്ടുകെട്ട് കൂടി. എന്നും പഠിക്കാനിട്ടല്ലെന്ന് നമ്മൾ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സ് ആദ്യം തയ്യാറാകും. കുട്ടികളുടെ മനസ്സ് തയ്യാറാകും. അപ്പോൾ ആ മനസ്സ് തയ്യാറാകണമെങ്കിൽ മനസ്സിന് കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ ബലമുള്ളതാണ്. ആ മാനസികമായിരിക്കുന്ന ബലമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ശിവക്ഷേത്രങ്ങളിൽ ദക്ഷിണാമൂർത്തി മന്ത്രങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലികളും അർച്ചനകളും ഒക്കെ കുട്ടികളുടെ പേരിൽ നടത്തുന്നത്. അതുപോലെയാണ് ബുധൻ എന്ന ഗ്രഹം. ബുദ്ധിപരമായിരിക്കുന്ന ഗുണങ്ങളെ തരുന്ന, ബുദ്ധിപരമായിരിക്കുന്ന കാര്യങ്ങളുടെ സ്വാധീനമുള്ള ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത്. ബുധൻ എങ്ങനെ നിൽക്കുന്നു അതനുസരിച്ചിട്ടാണ് ബുദ്ധി. നേരായ ബുദ്ധി, നല്ലിടത്ത് ബുധൻ നിന്ന് കഴിഞ്ഞാൽ നേരായ ബുദ്ധിയാന്ന് പറയും. അല്ലാതെ നിന്ന് കഴിഞ്ഞാൽ അവനെല്ലാം കൊനഷ്ട ബുദ്ധിയാണ് അവൻ്റെ കയ്യിരിക്കുന്നത് എന്ന് നമ്മൾ പറയത്തില്ലയോ? പറയും. അതെന്തുകൊണ്ടാണ്? ജാതകത്തിൽ ബുധന് അങ്ങനെയുള്ളിടത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അടുത്തത് വ്യാഴം എന്ന ഗ്രഹം. വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനം അത് പിന്നെ എല്ലാവർക്കും എല്ലായിടത്തും വേണം. എന്തിനും വേണം വ്യാഴത്തിൻ്റെ ഗ്രഹം ബലം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം എന്നാൽ ദൈവാധീനത്തെ നൽകുന്ന ആളാണ് വ്യാഴം. ദൈവാധീനം എന്ന് പറയുന്നത് ഏതൊരു കാര്യവും റിസൾട്ട് ആവണമെങ്കിൽ വ്യാഴം തീരുമാനിക്കണം. ദൈവാധീനം ഇല്ലാതെ ഇനി എന്തൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും ശരി സാധ്യമാണ്. ഒരു ക്ഷേത്രത്തിലാണെങ്കിൽ പോലും ഒരു കാര്യം നോക്കുമ്പോൾ ദൈവാധീനം, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ആദ്യം പോയി ആ ദൈവാധീനമൊക്കെ ഒന്ന് നോക്കട്ടെ എന്നാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ വ്യാഴം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കും.
വ്യാഴം നോക്കുമ്പോൾ വ്യാഴം 3:12 വ്യാഴം മറഞ്ഞു, ദൈവാധീനം മറഞ്ഞു. എന്തുകൊണ്ടാണ് വ്യാഴം മറഞ്ഞത്? ധർമ്മദൈവ കോപമാണോ? നമ്മളുടെ കർമ്മങ്ങൾ കൊണ്ടാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ പറയുന്നത് നമ്മുടെ സംശയം മൊത്തം അതാണ്, അയലോക്കക്കാർ എന്തെങ്കിലും ചെയ്തുകൊണ്ടാണോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കപ്പെടുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദോഷം ഉണ്ടായിട്ടുള്ളത്, വ്യാഴം മറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ മറഞ്ഞ വ്യാഴത്തെ നമ്മൾ പ്രീതിപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പം അങ്ങനെ വ്യാഴപ്രീതി വരുത്താതെ നമുക്ക് ഒരു കാര്യം, അത് കുട്ടികൾക്ക് തന്നെയല്ല, ഏതൊരു കാര്യം നോക്കിയാൽ നമുക്കതിന് വ്യാഴത്തിൻ്റെ പ്രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം കുടുംബിനികളായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ ഗുണമുണ്ടാകണം, ശുക്രൻ്റെ ഗുണമുണ്ടാകണം, ചൊവ്വയുടെ ഗുണമുണ്ടാകണം. ചൊവ്വയും വിവാഹ സംബന്ധമായ ഒരുപാട് സ്വാധീനമുള്ള ആളാണ്. പക്ഷേ വിവാഹ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെല്ലാം ശുക്രനാണ്. അപ്പം ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകാതെ ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് എല്ലാവരും വിവാഹിതരായിരിക്കുന്ന സ്ത്രീകൾ വെള്ളിയാഴ്ച വ്രതം എടുക്കണമെന്ന് പറയും. എല്ലാവരും വെള്ളിയാഴ്ച വ്രതം, മാസത്തിൽ 1-2 വെള്ളിയാഴ്ച വ്രതം എടുക്കണം. ആ വെള്ളിയാഴ്ച വ്രതം എടുക്കുമ്പോൾ സുമംഗലികളായിരിക്കുന്ന സ്ത്രീകൾ ദേവീക്ഷേത്രങ്ങളിൽ ചെന്ന് ഭഗവതിയെ കണ്ടു തൊഴുത് ഭഗവതിയോട് നെടുമാംഗല്യത്തിനായി പ്രാർത്ഥിക്കണമെന്നാണ്. നെടുമാംഗല്യത്തിനായി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്ന കാലം അത്രയും ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അവൾ മരണകാലം വരെയും സുമംഗലിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ നെടുമാംഗല്യം എന്ന് പറയുന്നത് അതിനാണ്. അതിനെന്ത് ചെയ്യും? പ്രധാനമായിട്ടും ആ ഡിപ്പാർട്ട്മെൻ്റൊക്കെ നോക്കുന്നത് ശിവപാർവതിമാരായതുകൊണ്ട് ഭഗവാൻ മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള, അതായത് ഒരു മാല കൊണ്ട് കൊടുക്കും. ഏത് പുഷ്പങ്ങളാണ്? ദശപുഷ്പങ്ങൾ കൊണ്ടുള്ള മാല. ഇതാർക്കാണ് ഇഷ്ടമെന്നറിയാമോ? പാർവതിക്ക്. അപ്പം ഭഗവാന് കൊണ്ട് കൊടുക്കുന്ന ദശപുഷ്പങ്ങളുടെ മാല അത് ആർക്ക് കൊടുക്കും? ഭഗവാൻ പാർവതി. കാരണം ഭഗവാനോടൊപ്പം എപ്പോഴും പാർവതി ദേവിയുണ്ട്. അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ മാത്രമല്ല ഉള്ളൂ പിൻവിളക്കിന് പ്രാധാന്യം. മറ്റെല്ലായിടത്തും വിളക്ക് കത്തിക്കും, എങ്കിലും ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് കത്തിക്കുന്ന പാർവതി സങ്കല്പത്തിലാണ്. പാർവതി ദേവി എപ്പോഴും ആരുടെ കൂടെ? മഹാദേവനോടൊപ്പം ഉണ്ട്, എല്ലായിടവും ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദശപുഷ്പങ്ങൾ കൊണ്ടുള്ള മാല ഭഗവാന് സമർപ്പിക്കും. അതൊരു സെറ്റ് ദശപുഷ്പം കൊണ്ട് കൊടുത്താലും മതി. അനവധി ദശപുഷ്പങ്ങൾ 10 കൂട്ടം ഒന്നിച്ച് വെച്ച് ഒരു ഇതും കെട്ടി അങ്ങനെ എത്ര വലുത് വേണമെങ്കിലും കൊണ്ടു കൊടുക്കാം. ഒരു സെറ്റാണെങ്കിലും കൊണ്ടു കൊടുത്താൽ മതി. ഭഗവാൻ അത് ആർക്ക് കൊടുക്കും? പാർവതി ദേവിക്ക് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. ആ നെടുമാംഗല്യം അവർക്ക് സമർപ്പിക്കണമെന്ന് ഭഗവതി അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അപ്പം നെടുമാംഗല്യത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഭഗവാനും ഭഗവതിയും ചേർന്ന അനുഗ്രഹമായി നമുക്ക് നൽകുമെന്നാണ് പറയുന്നത്. അതൊരു ഭയങ്കര റിസൾട്ടാണ് ഈ ദശപുഷ്പങ്ങൾ കൊണ്ടുള്ള മാല. അതുപോലെ തന്നെയാണ് തുമ്പപ്പൂ കൊണ്ടുള്ള മാലയും. തുമ്പപ്പൂവും ഭഗവാന് സമർപ്പിക്കുന്നത് അത്ര പാർവതി ദേവിക്കാണ് ഇതെല്ലാം. പാർവതി ദേവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഈ ഒരു ലോകത്ത് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ ഓക്കെ ആയില്ലെങ്കിൽ പാടാണ്, അല്ലേ? അല്ലെങ്കിൽ പെട്ടുപോകും. നമ്മുടെ വീട്ടിലോട്ട് ഒരു ഫോൺ വരുന്നു, ഭർത്താവ് ഫോൺ എടുക്കുന്നു, എന്തുകൊണ്ട് വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരു 5 പേര് അങ്ങോട്ട് വരുവാ കേട്ടോ, 5 പേരേ ഉള്ളൂ, പിന്നെന്താ സന്തോഷമായിട്ട് പോരോ, നമുക്ക് ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ആരെ നോക്കും? ഭാര്യയെ നോക്കും. ആ മുഖത്തെങ്ങാണം ഒരു കാർമേഘത്തിൻ്റെ നിഴലെങ്ങാണമുണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾ എപ്പോഴാണ് വരുന്നതെന്നാ പറഞ്ഞ്? ഞങ്ങളൊരു 12 മണി, അയ്യോ 10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്നൊരിടത്ത് വരെ പോകണം, പോയിട്ട് എപ്പോൾ വരുമെന്നറിയത്തില്ല. അപ്പോൾ ആ കാർമേഘം ഒന്ന് മാറി ചിരിച്ചു. കാർമേഘം സൂര്യൻ തെളിഞ്ഞെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നുകൂടെ നമ്മളൊന്ന് തല കുലുക്കുമ്പോൾ അകത്തുനിന്ന് ഒരു തല കുലുക്ക് ഓക്കെയാന്ന് പറയും. അല്ല, എന്നാലും സാരമില്ല, ഇന്നത്തെ യാത്ര ഞങ്ങൾ നാളത്തേക്ക് മാറ്റിയേക്കാം, നിങ്ങൾ 5 or 10 പേരെ പോരെ. ഇതൊന്നും ആരും ഒന്നും പറയണ്ട, അല്ലേ? ഈ കാർമേഘങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ കൂടി ഇങ്ങനെ
ഒഴുകിയിറങ്ങി പോകുന്നതാണ് നമുക്കറിയാം. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സ്വസ്ഥതയും സമാധാനവും എന്ന് പറയുന്നത് ആരാണ്? ആ കുടുംബത്തിലെ സ്ത്രീകളാണ്. മക്കളും മരുമക്കളും ഒക്കെ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത്, ജീവിപ്പിക്കുക എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കാലത്ത് അതാ പറയട്ടെ, ജീവിപ്പിക്കുക എന്ന് പറയാം. ആമക്കളുണ്ടെന്നുണ്ടെങ്കിൽ, പെൺമക്കളുണ്ടായി എന്നുണ്ടെങ്കിൽ പല വീടുകളിലും പ്രശ്നങ്ങളാണ്. ഇതുകൊണ്ട് എന്ത് നേടുന്നു എന്ന് ചോദിച്ചാൽ ഒന്നും നേടുന്നില്ല. സമാധാനമില്ലാതെ ജീവിക്കുക എന്നുള്ളത് ചിലർക്കത് വലിയ ഇഷ്ടമാണ്. നമുക്ക് സമാധാനമില്ല, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാതിരിക്കുകയും കൂടെ വേണമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം അതൊക്കെ പോട്ടെ. ഇപ്പം എന്തായിരുന്നാലും അത് പറയാനാണെങ്കിൽ ഒത്തിരി കഥകൾ നമ്മൾ പറയേണ്ടി വരും. അതൊക്കെ പോട്ടെ. പക്ഷെ എന്നിരുന്നാലും സ്വസ്ഥവും സമാധാനപരവുമായി കുടുംബത്തിലെ ജീവിതങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ വീട്ടിലെ സ്ത്രീകൾ വിചാരിക്കുക തന്നെ വേണം. ആ സ്ത്രീയുടെ ബലമാണ് വീടിൻ്റെ ശക്തിയും ഐശ്വര്യവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പം അതിന് ദശപുഷ്പങ്ങൾ കൊണ്ടുള്ള മാല വളരെ പ്രാധാന്യം. ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ? ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയാമല്ലോ. അതിന് ഓരോന്നിനും 10 എണ്ണത്തിനും 10 ഫലങ്ങളാണ്, 10 ഗുണങ്ങളാണ് ഉള്ളതെന്നാണ് പറയുക. അതിലൊന്നാമത്തേതാണ് എന്ത്? വിഷ്ണുക്രാന്തി എന്ന് പറയും. വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ കൃഷ്ണക്രാന്തി എന്നൊക്കെ പറയും. പല പേരുകളിൽ ഒന്നിനെ തന്നെ പല സ്ഥലങ്ങളിൽ പല ഭാഗങ്ങൾ പല പേരുകളായിട്ടൊക്കെ പറയും. വിഷ്ണുക്രാന്തി അഥവാ കൃഷ്ണക്രാന്തി എന്ന് പറയും. അതിൻ്റെ ഈ പണ്ട് കാലത്തൊക്കെ വിഷ്ണുക്രാന്തിയൊക്കെ അരച്ച് മരുന്നായിട്ട് ഔഷധങ്ങളായിട്ടൊക്കെ കൊടുക്കുന്നത് ഈ ബുദ്ധിമാന്ദ്യവും ഓർമ്മക്കുറവും അതോടൊപ്പം തന്നെ രക്തശുദ്ധിയൊക്കെ, അതിൽ വെള്ളം തിളപ്പിച്ചൊക്കെ ഈ ചെടികളെല്ലാം കഴുകിയിട്ട് വെറുതെ വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. ഇതെല്ലാം ഔഷധവീര്യങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഈ ബുദ്ധിമാന്ദ്യങ്ങളും ഓർമ്മക്കുറവും രക്തശുദ്ധിക്കുമൊക്കെ വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ചെയ്യുന്നതാണ് കൃഷ്ണക്രാന്തി അഥവാ വിഷ്ണുക്രാന്തി എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേതാണ് കറുക. കറുക എന്ന് പറയും. കറുകയുടെ പ്രത്യേകത എന്താണ്? പണ്ട് കാലത്തൊക്കെ ഈ നട്ടെല്ലിനും തലച്ചോറിനും നരമ്പുകൾക്കുമൊക്കെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ കറുക അരച്ചിടുകയും, നരമ്പ് ചതയുമ്പോഴൊക്കെ കറുക അരച്ചിട്ടാൽ നല്ലതാണെന്നും, കറുക അരച്ച് പാലിൽ കഴിച്ചാൽ നല്ലതാണെന്നും, അതുകൊണ്ടാണ് നമ്മൾ മൃത്യുഞ്ജോമത്തിൽ കണ്ടിട്ടുണ്ടാകും കറുക ഹോമിക്കുന്നത് പാലിൽ മുക്കിയാണ് ഹോമിക്കുന്നത്. കറുകയും പാലും കൂടി ചേർത്താൽ ഔഷധവീര്യം കൂടുമെന്നാണ് പറയുന്നത്. അതുപോലെ കറുകയും നെയ്യും കൂട്ടി ചേർത്തെടുത്താലും അതിൻ്റെ ഔഷധവീര്യം കൂടുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് കറുക ഉപയോഗിക്കുന്നത് നട്ടെല്ല് സംബന്ധമായിട്ട് നരമ്പ് സംബന്ധമായിട്ടൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കുന്നതാണ്, നല്ലതാണ് എന്ന് പറയും. അപ്പം രണ്ടാമത്തേതാണ് കറുക എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തേതാണ് തിരുതാളി എന്ന് പറയുന്നത്. തിരുതാളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ട് പറയും ചുട്ടിത്തിരുതാളി എന്നൊക്കെ പലയിടത്തും പറയും. ചുട്ടിത്തിരുതാളി എന്ന് പറയുന്നുണ്ട്. ചുട്ടിത്തിരുതാളിയുടെ പ്രത്യേകത, പണ്ട് കാലത്ത് ഈ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, അതോടൊപ്പം തന്നെയാണ് വന്ധ്യത എന്ന് പറയുന്ന സന്താനമുണ്ടാകാതിരിക്കുന്ന അവസ്ഥകൾ. അപ്പം അങ്ങനെ സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന ആ അവസ്ഥകൾക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ചുട്ടിത്തിരുതാളി വളരെ ഗുണകരമാണ് എന്നാണ്. അപ്പം അതിന് പണ്ട് കാലത്തൊക്കെ ഈ ചൊട്ട എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ചൊട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കമുകിൻ്റെ ഒരു പെൺകുട്ടി ആദ്യം പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ആദ്യം കൊടുക്കുന്ന ഒരു മരുന്നാണ് ചൊട്ട എന്ന് പറയും. ചൊട്ട അരച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് മരുന്ന്. ആ കുട്ടിക്ക് ഇപ്പോഴത്തെ ഒരു വിശേഷമായിരിക്കുന്ന പല രോഗങ്ങളിൽ നിന്നും മുക്തിയാകും. ഒറ്റ കോഴ്സ് മരുന്നാണ്. അത് ആ സമയത്ത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് കാലത്തൊക്കെ അതുണ്ടായിരുന്നു എന്നാണ് പറയുക. ഇപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ളത് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാ രീതിയിലും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ചുറ്റുതിരുതാളിയുടെ പ്രത്യേകത അതാണ്. ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, വന്ധ്യതാ ദോഷങ്ങൾ, അതോടൊപ്പം തന്നെ പിത്തരോഗങ്ങളൊക്കെ മാറുന്നതിന് ചുറ്റുതിരുതാളി നല്ലതാണ്. അടുത്തതാണ്, നാലാമത്തേതാണ് നിലപ്പന എന്ന് പറയും. നിലപ്പന ഉപയോഗിക്കുന്നത് ഈ
മഞ്ഞപ്പിത്തമൊക്കെ മാറുന്നതിന് നിലപ്പന നല്ലതാണ്. ആർത്തവ സംബന്ധമായ രോഗങ്ങൾ ഒക്കെ മാറുന്നതിനൊക്കെ നല്ലതാണ് എന്ന് പറയും. അടുത്തത് അഞ്ചാമത്തേതെന്ന് പറയുന്നത് പൂവാങ്കുറുനില. പൂവാങ്കുറുനിലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചില വ്യക്തികൾക്കുണ്ടാകുന്ന അവരുടെ ശരീരം ഭയങ്കര ചൂടാണ്. ഉഷ്ണരോഗം എന്ന് പറയും. നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ശരീരം നന്നായിട്ട് എപ്പോഴും ഇങ്ങനെ ചൂടായിരിക്കും. ഉഷ്ണരോഗം എന്ന് പറയുന്നൊരു രോഗം. അപ്പോൾ ആ രോഗം ഉണ്ടാകുന്നവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് ഈ പൂവാങ്കുറുനില എന്ന് പറയുന്നത്. പൂവാങ്കുറുനില കൊണ്ട് പല മരുന്നുകളും ഉണ്ട്, പല രീതിയിൽ അത് ഉപയോഗിക്കുകയും കൂടെ ചെയ്യാം. അതുപോലെ തന്നെ വിഷമൊക്കെ, തേളിൻ്റെ വിഷം കളയാൻ ഏറ്റവും ബെസ്റ്റാണ് പൂവാങ്കുറുനില. എണ്ണ തേക്കാനും എണ്ണ കാച്ചുന്നതിനുമൊക്കെ എനിക്കൊന്ന് ഇതിൽ പലതുമൊക്കെ എണ്ണ കാച്ചാനും ഒക്കെ ഏറ്റവും നല്ലതാണ് എന്നാണ് പറയുന്നത്, പലതും. അപ്പം പൂവാങ്കുറുനിലയൊക്കെ എണ്ണ രക്തശുദ്ധിക്കും ഒക്കെ എനിക്ക് തോന്നുന്നു ഈ ശരീരതാപം അത് കളയുന്നതിന് എനിക്ക് തോന്നുന്നത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിന് കുറച്ചുകൂടി അത് ഈ നമ്മൾ പറയും വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണയല്ല ഏറ്റവും നല്ലത്, വെളിച്ചെണ്ണയാണ് ഭയങ്കര ചൂട്, നല്ലെണ്ണയാണ് ഏറ്റവും തണുപ്പെന്നുള്ളത്. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഭഗവാനെ ഒന്നും വെളിച്ചെണ്ണ തേപ്പിക്കത്തില്ല. തേപ്പിക്കുമോ? ഇല്ല, നല്ലെണ്ണ തേപ്പിക്കത്തില്ല. നമ്മൾ വീട്ടിൽ പോയി വെളിച്ചെണ്ണ ദേഹത്ത് വരട്ടും. അതുകൊണ്ട് കാര്യമില്ല, നല്ലെണ്ണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് പറയുന്നത്. അടുത്തതാണ് ആറാമത്തേതാണ് ഉഴിഞ്ഞ എന്ന് പറയുന്നത്. ഉഴിഞ്ഞയുടെ പ്രത്യേകത മുടി കൊഴിച്ചിലും നീരവാദം അതോടൊപ്പം തന്നെ സുഖപ്രസവയൊക്കെ ഉണ്ടാകാൻ ഉഴിഞ്ഞ നല്ലതാണെന്ന് പറയും. അപ്പോൾ അത് ഏഴാമത്തേതാണ് ദശപുഷ്പങ്ങളിനകത്ത്. എട്ടാമത്തേതാണ് കയ്യോന്നി. അത് കാഴ്ചശക്തി, വാദസംബന്ധമായ രോഗങ്ങൾ, മുടി വളരാനൊക്കെ ഏറ്റവും നല്ലതാണ് കയ്യോന്നി. അടുത്ത ഒമ്പതാമത്തേതാണ് ചെറുള എന്ന് പറയുന്നത്. ചെറുള എന്ന് പറയുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെയൊക്കെ കളയുന്നതിനും രക്തസംബന്ധമായ സ്ത്രീകൾക്കുള്ള രോഗങ്ങൾക്കും വൃക്ക രോഗങ്ങൾക്കും ഒക്കെ നല്ലതാണ് ചെറുള. ചെറുള അറിയാമല്ലോ, നമ്മൾ ബലിക്കൊക്കെ എടുക്കുന്ന. അടുത്തത് പത്താമത്തേതാണ് മുയൽച്ചെവിയൻ. മുയൽച്ചെവിയൻ എന്ന് പറയുന്നത് ഈ തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ, നേത്ര രോഗങ്ങൾക്കും ഒക്കെ മുയൽച്ചെവിയൻ നല്ലതാണ്. പിന്നെ അതിട്ട് വെള്ളം ആവി പിടിക്കുന്നതൊക്കെ പനി മാറാനൊക്കെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഈ 10 കൂട്ടം കാര്യം ഏതാ മുക്കുറ്റി പറഞ്ഞല്ലോ. വ്രണങ്ങൾ ഒക്കെ മാറാൻ പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞോ? ഇല്ല. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയണോ? അതുകൊണ്ട് ഞാനിതൊന്ന് ഒഴിവാക്കി നോക്കിയതാണ്. അപ്പോൾ അതിലൊന്നാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. മുക്കുറ്റി എന്തിനാണ്? രക്തസ്രാവം, വ്രണങ്ങൾ, പ്രസവശേഷമൊക്കെ ഉള്ള മരുന്നായിട്ട്, അതോടൊപ്പം തന്നെ മുറിവുണങ്ങാനൊക്കെ ഏറ്റവും നല്ലത്. ഈ ഭാര്യാപുത്ര സൗഖ്യം ഉണ്ടാകുന്നതിന് ശിവപാർവതി ക്ഷേത്രത്തിലും, ഗണപതിക്ക് മാത്രമല്ല മുക്കുറ്റി കൊണ്ട് മാല, ശിവപാർവതി ക്ഷേത്രത്തിലും മുക്കുറ്റി കൊണ്ട് മാല. നമ്മൾ വിചാരിക്കും ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാണ്? കൂളത്തലയാണെന്നാണ് നമ്മൾ പറയുന്നില്ലേ. പക്ഷെ ശിവപുരാണം പറയുന്നത് അങ്ങനെയല്ല, താമരയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് താമരയാണെന്ന്. അതിൻ്റെ പേരിൽ ഒരു ഗംഭീര വഴക്ക് നടന്നത്. ആരൊക്കെ തമ്മിൽ? മഹാദേവനും പാർവതിയും തമ്മിൽ. നല്ല താമരപ്പൂവൊക്കെ കാണുമ്പം ഭഗവാൻ അങ്ങ് ചിരിക്കും. അപ്പോൾ ഈ പാർവതി പല പ്രാവശ്യം ഇത് കണ്ടു. ഒരു നല്ല താമരപ്പൂ ഒരിടത്ത് കാണുമ്പോൾ ഭഗവാൻ അതിനെ നോക്കി നന്നായിട്ടൊരു ഒരു പ്രത്യേക ചിരി. അപ്പം ഈ ചിരിയിൽ എന്തോ പന്തികേട് തോന്നും. ആർക്ക്? ഭർത്താവിൻ്റെ ചിരിയിൽ എപ്പോഴും പന്തികേട് ആർക്ക് തോന്നും? ഭാര്യയ്ക്ക്. അത് സ്വാഭാവികമായിട്ടുള്ളതാണല്ലേ. അപ്പോൾ ആ ചിരിയിൽ പറഞ്ഞിട്ട് ചിരിച്ചാൽ ഈ കുഴപ്പമില്ല, പറയാതെ ചിരിക്കുമ്പോഴാണ് ഈ കുഴപ്പം. അപ്പം അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ആയി കഴിഞ്ഞപ്പം ഭഗവതി പറഞ്ഞു, ഇക്കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുത്തേ പറ്റുന്നു. എനിക്കറിയണം എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അത് താമരപ്പൂ കാണുമ്പോൾ എനിക്കിങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്ന് ഓർക്കും. അപ്പോൾ അത് ഓർക്കുന്നതുകൊണ്ട് ചിരിക്കുന്നതാണ്, അല്ല അതെന്താണ് ഓർക്കുന്നതെന്നാണ് നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു, ഞാൻ മഹാവിഷ്ണുവിനെയാണ് ഓർക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അതെന്തിനാ മഹാവിഷ്ണുവിനെ ഓർക്കുന്നത്? എപ്പോൾ വിളിച്ചാലും ഓടി വരുന്ന ആളല്ലേ മഹാവിഷ്ണു, പിന്നെന്തിനാ ഓർക്കുന്നത്? അതല്ല, എന്നും വൈകിട്ട് മഹാവിഷ്ണു ഉണ്ടല്ലോ, എന്നെ ഒന്ന് പ്രാർത്ഥിക്കും.
അത് ഈ താമരപ്പൂക്കൾ കൊണ്ടാണ്. അതിനപ്പുറത്ത് എനിക്കൊരു സംതൃപ്തി വേറൊന്നുമില്ല. അപ്പം ഇത് എത്ര ആണെങ്കിലും ഒരു ഭാര്യയെ അത് തൃപ്തിപ്പെടത്തില്ല. വേറെ ഇനി ആരാണ് എന്ന് പറഞ്ഞാൽ പോലും മറ്റൊരാൾ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇതൊന്നും ഈ തേവലശ്ശേരിയിലുള്ളവരുടെ കാര്യമല്ല, ദൂരെയുള്ളവരുടെ കാര്യം. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതെന്തൊരു സന്തോഷവും സംതൃപ്തിയാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പം ഭഗവതിയുടെ മനസ്സ് പ്രയാസമായി. അങ്ങനെയൊന്നും അല്ല, ഞാനല്ലേ ഏറ്റവും നല്ല രീതിയിൽ നല്ല പൂക്കൾ കൊണ്ട് മാല ഉണ്ടാക്കില്ല, നിങ്ങളുടെ പാദം സേവിക്കത്തില്ല, അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ ചെയ്യത്തില്ല. അപ്പം പറഞ്ഞ അതെല്ലാം മറ്റൊരു തലമാണ്. ഭാര്യയ്ക്ക് തുല്യമല്ല സുഹൃത്ത് അല്ലെങ്കിൽ മറ്റൊരാളെന്നില്ല. ഭാര്യയാണ്, അമ്മയാണ്. അമ്മയെ നോക്കുന്നത് പോലല്ല ഭാര്യ നോക്കുന്നത്, ഭാര്യ നോക്കുന്ന പോലല്ല അമ്മ നോക്കും. അത് രണ്ട് രീതിയാണ്. രണ്ടിനെയും കൂടി നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് മഹാവിഷ്ണു ചെയ്യുന്നതിന് ഒന്നിനോട് നമുക്ക് താരതമ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ പാർവതിക്ക് അതൊന്നും തൃപ്തിയായില്ല, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇപ്രാവശ്യം നമുക്ക് പൂജ നടക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാം. അപ്പം അങ്ങനെ അവർ രണ്ടുപേരുടെ ഒന്നിച്ച് ഇറങ്ങുകയാണ്. സന്ധ്യയാകാറായി. മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠത്തിലേക്ക് ചെന്നു. പറയാതാണ് കയറി ചെല്ലുന്നത്. മഹാവിഷ്ണു തൻ്റെ പൂജാസ്ഥലത്ത് ഇരിക്കുന്നു. ഒരു വലിയ പാത്രം നിറയെ 1000 താമരപ്പൂക്കൾ ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നു. അങ്ങനെ 1000 താമരപ്പൂക്കൾ കൊണ്ടുവച്ച് ഒരു വലിയ ശിവലിംഗത്തിൻ്റെ മുമ്പിൽ ഓരോ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ഭഗവാനെ പൂജിക്കുന്നു മഹാവിഷ്ണു. പാർവതി ദേവിയും മഹാദേവനും പുറകിൽ നിൽക്കുകയാണ്. മഹാവിഷ്ണു ഇതൊന്നും കാണുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോ താമരപ്പൂ കൊണ്ട് ഓരോ പൂക്കൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് മഹാദേവൻ പൂജിക്കാൻ വെച്ചിരിക്കുന്ന ഒരു താമരപ്പൂ എടുത്തിങ്ങ് മാറ്റി. അപ്പം അങ്ങനെ പൂജകളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനത്തെ നാമത്തിന് ജപിക്കാനുള്ള പൂ നോക്കിയപ്പോൾ മഹാവിഷ്ണു നോക്കിയപ്പോൾ ഇല്ല. അപ്പം ഇനിയും അവസാനത്തെ നാമത്തിന് ജപിക്കുവാൻ താമരപ്പൂ കൊടുക്കുവാൻ ഭഗവാൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എത്ര പ്രയാസമാണെന്നുള്ളത് മനസ്സിലാക്കിയ മഹാവിഷ്ണു എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ താമരിതളുകൾ പോലെയുള്ള 2 കണ്ണുകൾ ഇങ്ങനെ ചുഴഞ്ഞെടുത്ത് മഹാദേവൻ്റെ പാദത്തിലേക്ക് വെച്ചു. മഹാദേവൻ ഓടിച്ചെന്ന് മഹാവിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചു. മഹാദേവനാണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും മഹാദേവനെ നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? അപ്പം മഹാദേവനോട് മഹാവിഷ്ണു പറഞ്ഞു, അങ്ങേക്ക് എന്ത് സമർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒരു താമരപ്പൂവിൻ്റെ കുറവുണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ്. അത് താമരപ്പൂവിൻ്റെ കുറവുണ്ടായെങ്കിൽ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് മഹാദേവ. അതുകൊണ്ട് ആ കുറവ് പരിഹരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാനത് പൂർണ്ണമാക്കി സമർപ്പിക്കുകയാണ്, അങ്ങിത് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. മഹാവിഷ്ണുവിനെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ കണ്ണുകളൊക്കെ തിരികെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ അങ്ങേക്ക് ഒരു താമരപ്പൂ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും പോരെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത്രയും അതിന് തുല്യമാകില്ലല്ലോ. എനിക്കൊരു തൃപ്തി ഉണ്ടാകട്ടെ. അങ്ങേക്ക് സമർപ്പിച്ചു എന്നെനിക്കൊരു തൃപ്തി ഉണ്ടാകട്ടെ. അതുണ്ടാകണമെങ്കിൽ എനിക്ക് ഇത്ര മാത്രം ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ എന്ന്. ഇത് കണ്ടുകൊണ്ട് പാർവതി ദേവി തൊഴുകൈകളോടുകൂടി വന്ന് മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു എന്നാണ്. തൻ്റെ അമ്മയ്ക്ക് തുല്യായിരിക്കുന്ന പാർവതി ദേവി തന്നെ വന്ന് നമസ്കരിക്കുന്നുണ്ട്. ഭഗവാൻ മഹാവിഷ്ണു ദേവിയെ നമസ്കരിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മഹാദേവന് മാത്രമല്ല ഏറ്റവും പ്രിയപ്പെട്ടത്, ഇത്രമാത്രം ഭക്തിയുടെ തലങ്ങളിൽ ഇത്രമാത്രം അഗാധമായ തലത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭക്തൻ്റെ ഗുണം. അങ്ങനെ ഒരു നല്ല ഭക്തനെ കിട്ടിയ അങ്ങ് എത്ര ഭാഗ്യവാനാണ് മഹാദേവ എന്ന് പാർവതി ദേവി ചോദിച്ചു. 2 പേരെയും മഹാവിഷ്ണു നമസ്കരിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മഹാദേവൻ മഹാവിഷ്ണുവിന് സുദർശന ചക്രം വരമായിട്ട് കൊടുക്കുന്നു. ഇത് ശിവപുരാണത്തിലെ കഥയാണ്. അതൊരു ദേവനാണ് സുദർശനമൂർത്തി എന്ന് പറയുന്ന ഒരു ഒരു മഹാവിഷ്ണുവിൻ്റെ ഒരു മൂർത്തി തന്നെ. അങ്ങനെ സുദർശന ചക്രം മഹാവിഷ്ണുവിന് മഹാദേവൻ കൊടുക്കുന്നത് അങ്ങനെ. അപ്പം ഭക്തിയുടെ കാര്യങ്ങളാണ്.
രാവിലെ നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ മഴ പെയ്താൽ പിന്നെ നമ്മൾ അമ്പലത്തിൽ പോവും? ഇല്ല, നാളെ ആട്ടം പോകും. ഇത് അത്ര അത്യാവശ്യമൊന്നുമില്ല. പിന്നെ മഴയാണ്, നീ അവിടെ ചെന്ന് ആ മഴയെല്ലാം നനയണം. അപ്പോൾ ഒരു കാര്യം ഇനിയിപ്പോൾ നാളെ ആയാലും ഭഗവതി എങ്ങും പോവില്ലല്ലോ, പോവും. അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് വിളിച്ച് പറയുന്നത്, എനിക്ക് മഴയാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല, വഴിപാട് കഴിച്ച് ഒന്നുകിൽ കൊണ്ട് തന്നേര്, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തേര്, അല്ലെങ്കിൽ ആറ്റിക്കളയും. ഇവിടൊക്കെ എങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. വഴിപാട് കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ലെന്നുള്ളത്. അവനവനെ കൊണ്ട് അതൊന്നും സ്വീകരിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ അതിനൊന്നിനും പോകരുത്. ഈ ഭഗവതി ഇവിടെ പട്ടിണി കിടക്കുമൊന്നുമല്ല. ഒരു ഭഗവതി ഒരു ഭഗവാൻ ഒരിടത്തും പട്ടിണി കിടന്നിട്ടില്ല. കൊറോണ കാലത്തൊക്കെ ആരും ഒരു ക്ഷേത്രത്തിലോട്ടും പോലും ആരും നോക്കിയിട്ടില്ല. പക്ഷെ എങ്കിലും അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു. ഭഗവാനാണെങ്കിലും ഭഗവതിക്കാണെങ്കിലും ഒരു വഴിപാട് ചെന്ന് ചെയ്ത് അതിൻ്റെ പ്രസാദം നമ്മളെ കൊണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ആ വഴിപാട് കഴിക്കരുത്. ആ വഴിപാട് കഴിച്ചത് കൊണ്ട് ഒരു കാര്യവും അത് സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാണ്. ആരെയും ബോധ്യപ്പെടുത്തേണ്ടതല്ല. ആ വഴിപാട് നടത്തി അതിൻ്റെ പൂർണ്ണമായി ഭഗവതിയുടെ അടുക്കൽ വന്ന് പ്രസാദം സ്വീകരിച്ച് എന്ത് അസൗകര്യങ്ങളായിട്ടുള്ളട്ടെ, നമുക്ക് മാറ്റിവെക്കാവുന്ന അസൗകര്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഇതിനേക്കാൾ വലിയ പ്രാധാന്യം അതിന് കൊടുക്കുന്നത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഇനിയും നമുക്ക് നവധാന്യപ്പറയാണ് പ്രധാനം. പിന്നെ നവധാന്യപ്പറയുണ്ട്. നവധാന്യപ്പറ ആദ്യത്തെ നവധാന്യപ്പറ എന്ന് പറയുന്നത് ഇതിൻ്റെ ചുമതലക്കാരായിരിക്കുന്ന ഭരണസമിതിയിലെ അംഗങ്ങളാണ്. അപ്പോൾ ഭരണസമിതിയിലെ അംഗങ്ങൾ അത് വന്ന് നവധാന്യപ്പറയ്ക്കുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കുക. അപ്പോൾ ആ സമയം നമുക്ക് ദാരിദ്ര്യ ദഹന സ്തോത്രം ജപിക്കാം.